വയനാട് അട്ടമലയിൽ ആദിവാസി യുവാവിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. ഇന്ന് രാവിലെയാണ് തേയിലത്തോട്ടത്തിൽ മൃതദേഹം കണ്ടെത്തിയത്. സംസ്ഥാനത്ത് 2 ദിവസത്തിനിടെ കാട്ടാന ആക്രമണത്തിൽ മരിക്കുന്ന മൂന്നാമത്തെ ആളാണ് ബാലകൃഷ്ണൻ. എന്താ അടുത്തു കൂടെ സുനിന്റെ പള്ളേന്ന് കാളിപ്പോയിട്ടാ എന്നെ വിളിച്ചു. ഭാസ്കരൻ, അതായത് ഈ വല്യമ്മ, ഇവന്റെ വല്യമ്മ എന്നോട് പറഞ്ഞപ്പോ ഞാനപ്പോ തന്നെ ഫോൺ ചെയ്തതോടെ ഞാൻ ചൂരമലന്ന് വണ്ടി എടുത്ത് അടിച്ചുകൂടെ വന്ന്. കാണുമ്പത്തെ അവസ്ഥ പറഞ്ഞാൽ തല ചപ്പി ഒന്നുമില്ല. തലച്ചോറും ഇറച്ചി പീസൊക്കെ വേറെ കിടക്കുകയും തലക്ക് ശരിക്കും ചവിട്ടി അരിച്ചു കളഞ്ഞു. ടി അനീസ് അലി വിവരങ്ങൾ നൽകും. അനീസ, കഴിഞ്ഞ 2 ദിവസത്തിനിടെ 3 ജീവനാണ് കാട്ടാനയെടുത്തത്. വയനാട്ടിൽ ഇന്നലെ രാത്രിയായിരുന്നു ആക്രമണം. അവിടെ വലിയ പ്രതിഷേധ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട്. മൃതദേഹം അവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മൃതദേഹം മാറ്റാൻ വേണ്ടി ആംബുലൻസിലേക്ക് കയറ്റിയിട്ടുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഈ പ്രദേശത്തുണ്ടായിരുന്നു. ഇപ്പോൾ മൃതദേഹവും വഹിച്ചുള്ള ആംബുലൻസ് ഇവിടെ നിൽക്കുകയാണ്. നാട്ടുകാർ ആംബുലൻസ് വിടില്ല എന്ന തീരുമാനത്തിലാണ്. വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. ADMO അല്ലെങ്കിൽ ജില്ലാ കലക്ടർ അടക്കമുള്ള ആളുകൾ എത്തി ഉറപ്പ് നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് 25 ലക്ഷം രൂപ കുടുംബത്തിന് നഷ്ടപരിഹാരമായി നൽകണം. ഈ പ്രദേശത്ത് ആനയെ തടയാൻ ആവശ്യമായ ഫെൻസിംഗ് കാര്യക്ഷമമായി നിർമ്മിക്കണം എന്ന തുടങ്ങിയ ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത്. മറ്റൊരു കാര്യം ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ തലത്തിൽ വ്യാജ ഉറപ്പുകൾ നൽകുകയാണ്, അതൊന്നും പാലിക്കപ്പെടാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ പറയുന്നുണ്ട്. ഇപ്പൊ നമ്മോട് സംസാരിച്ച ആളുകൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഇപ്പോൾ ആളുകളുടെ ഒരു പ്രതിഷേധത്തിന് കാരണം? ഇവിടെ ഈ ബോഡി കൊണ്ടുവന്ന മുമ്പ് ഈ കുടുംബത്തിന് വേണ്ട ആശ്രിത നിയമനം ഉൾപ്പെടെയുള്ള അവരുടെ നഷ്ടപരിഹാരം ഉൾപ്പെടെയുള്ള കാര്യം തീരുമാനം ഉണ്ടാകണം. അതിലുപരിയായിട്ട് ഇവിടെ അട്ടമല പ്രദേശത്ത് ജനങ്ങളില്ല, ലാൻഡ് സ്ലൈഡ് ജനങ്ങൾ താമസമില്ല. ഈ 3 കുടുംബങ്ങൾ കാട്ടിൽ താമസിക്കുക. ഇവരെ ഇവിടെ നിന്ന് പുനരധിവസിപ്പിക്കണം. കൃത്യമായി പുനരധിവസിപ്പിച്ച് ഇവരുടെ ജീവൻ സുരക്ഷിതമാക്കണം. അതോടൊപ്പം തന്നെ ചൂരൽമല, മുണ്ടക്കൈ, അട്ടമല പ്രദേശങ്ങളിൽ ഇപ്പൊ ജനവാസമില്ല. ഇവിടെ ബാക്കിയുള്ള ആളുകൾ കൃഷി മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. ആനയും മറ്റു കാട്ടുമൃഗങ്ങളും. ശരിക്കും ഫെൻസിംഗ് ഇല്ല. ഫെൻസിംഗ് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു, പറഞ്ഞിരുന്നു. MLA ഓൺ ഫണ്ട് വെച്ചിരുന്നു, അതുവരെ സ്ഥാപിച്ചിട്ടില്ല. അപ്പൊ ഗവൺമെന്റ് കൃത്യമായ ഒരു കാര്യം ചെയ്യാൻ തയ്യാറാകത്താണ് എല്ലാ വിഷയം വരുന്നുണ്ടിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ ആളുകളുടെ ഒരു ആവശ്യം? എന്താണ് ഇപ്പോൾ ഈ മൃതദേഹം ആംബുലൻസിൽ വെച്ചിട്ടുണ്ട്, ഇനി പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തേണ്ടതുണ്ട്, പക്ഷേ ഇവിടെ നിന്ന് മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ല. എന്തൊക്കെ ആവശ്യങ്ങളാണ്? മാറ്റാൻ അനുവദിക്കില്ല. റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥന്മാരോട് വരണം. ഒന്നില്ലെങ്കിൽ കളക്ടർ വരണം, അല്ലെങ്കിൽ ADM വരണം, അല്ലെങ്കിൽ തഹസിൽദാർ വരണം. കാരണം അവർ വരാതെ അവർക്ക് ആരും ഇല്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാകാൻ പാടില്ല. കാരണം അവർ 3 കുടുംബമുള്ളൂ. ഇപ്പോഴും അവരുടെ അവസ്ഥ പറഞ്ഞാൽ അവർ മദ്യടിച്ച് അവിടെ കിടക്കുന്ന അവസ്ഥയാണുള്ളത്. അപ്പൊ നിർബന്ധമായിട്ടും ഇതിലും ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ എത്തി അതിനൊരു ഉറപ്പ് നൽകിയാലേ ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകും. തീർച്ചയായും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇവിടെ ഉണ്ട്. ഇപ്പോൾ യൂത്ത് ലീഗിന്റെ ഷിഹാബ്, എന്താണ് ഇപ്പോ കലക്ടർ വന്ന് എന്തൊക്കെ ഉറപ്പുകൾ നൽകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്? ADM സ്ഥലത്തെത്താമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. കലക്ടർ ADM സ്ഥലത്തെത്തി ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നത് കൃത്യമായ നഷ്ടപരിഹാരം, മാന്യമായ നഷ്ടപരിഹാരം ഈ കുടുംബത്തിന് അടിയന്തരമായി നൽകണം. ഞങ്ങൾ പിന്നെ നൽകാമെന്ന് പറഞ്ഞ ഒരു ഉറപ്പിൽ ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോവില്ല. കാരണം കുഞ്ഞവറാൻക മരിച്ചപ്പോഴടക്കം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ നൽകുകയും പിന്നീട് 5 ലക്ഷം രൂപക്ക് 6-7 മാസങ്ങൾ കാത്തിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. ആ കുടുംബത്തിനടക്കം കൃത്യമായ നഷ്ടപരിഹാരം സർക്കാർ പറഞ്ഞ സമയത്ത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. നിരന്തരമായിട്ട് സർക്കാർ ഉറപ്പുകൾ നൽകുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഒരു വന്യമൃഗശല്യം രൂക്ഷമായ പ്രദേശമാണല്ലോ. ഇവിടെ ഫെൻസിംഗ് അടക്കം ആനയെ പ്രതിരോധിക്കാൻ ഒരു നടപടിയും ഇല്ല എന്നുള്ളതാണ്. എന്താണ് ഇവിടുത്തെ ഒരു സാഹചര്യം? ഞാൻ അതാണ് സൂചിപ്പിച്ചത്. കുഞ്ഞവറാൻക മരിച്ച സമയത്ത് ഒട്ടേറെ ഉറപ്പുകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഫെൻസിംഗ് അതിൽ ഉറപ്പിൽപ്പെട്ടതാണോ? യെസ്. മേപ്പാടിയിലെ വനമേഖലയെ പൂർണ്ണമായും ഫെൻസിങ്ങിനകത്തേക്ക് ഇതാക്കിയിട്ട് വന്യജീവി ആക്രമണത്തിൽ നിന്നും മേപ്പാടിയിലെ ജനങ്ങൾക്ക് സംരക്ഷണം നൽകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് ഞങ്ങൾക്ക് നൽകിയത്. പക്ഷേ ആ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഒരു സ്റ്റെപ്പ് പോലും സർക്കാർ എടുത്തില്ല എന്ന് മാത്രമല്ല 1 രൂപ പോലും ഇതിനുവേണ്ടി മാറ്റിവെച്ചിട്ടുമില്ല. നിരവധി പദ്ധതികൾ ടെൻഡറായി അതിന്റെ നടപടിക്രമങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ കേട്ടു തുടങ്ങിയിട്ട് വർഷങ്ങളായി. പക്ഷെ മേപ്പാടിയിൽ ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രവർത്തനങ്ങളും നടന്നതായി ഞങ്ങൾക്കറിയില്ല. ഒരു ഫെൻസിങ്ങിന്റെ ഒരു പദ്ധതിയും ഇല്ല. മറ്റൊരു കാര്യം കൂടെ ഷിഹാബ്, ഇന്നലെ മരിച്ചത് ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മണി എന്ന് പറയുന്ന ആളാണ്. കഴിഞ്ഞ ആഴ്ച കടുവയുടെ ആക്രമണത്തിൽ മരിച്ച രാധ എന്ന് പറയുന്നതും ആദിവാസി. ഇന്ന് മരിച്ചിട്ടുള്ള ബാലകൃഷ്ണനും ആദിവാസി. ഈ മനുഷ്യർ ഇങ്ങനെ നിരന്തരം, അതുകൊണ്ടാണോ ഈ ഒരു പ്രയാസം ആളുകൾക്ക്? വലിയ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉയരുന്നത്.
വന്യജീവി ആക്രമണം തടയാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. കൊല്ലപ്പെട്ട ബാലകൃഷ്ണന്റെ കുടുംബത്തിന് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്യണമെന്ന ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. വിവരങ്ങളാണ് ടി അനീസിൽ നൽകിയത്. വന്യജീവി ആക്രമണങ്ങൾക്ക് പിന്നാലെ വനംവകുപ്പ് വിളിച്ച ഉന്നതതല യോഗം അല്പസമയത്തിനകം. വന്യജീവി ആക്രമണം തടയാനുള്ള വിവിധ നടപടികൾ ചർച്ചയാകും. വന്യജീവി ആക്രമണം തടയാൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കും. തിരുവനന്തപുരത്തെ വനംവകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-നാണ് യോഗം. ഇതിന് പിന്നാലെ വൈകിട്ട് ദുരന്ത നിവാരണ വിഭാഗത്തിന്റെ അടിയന്തര യോഗവും നടക്കും. ദുരന്ത നിവാരണ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. ആദിവാസികളല്ലാത്തവർ വനത്തിലെത്തുന്നത് എന്തിനെന്ന് പരിശോധിക്കണമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ. എല്ലാ വന്യജീവി ആക്രമണങ്ങളും ജനവാസ മേഖലയിലല്ല നടക്കുന്നത്. ആക്രമണത്തിനിരയാകുന്നവരെ പരിഹസിച്ചിട്ടില്ലെന്നും കാട്ടിലേക്ക് കയറിയുന്നത് എന്തിനാണെന്ന് ചോദിച്ചതെന്നും മന്ത്രി പറഞ്ഞു. വനമന്ത്രി തെറ്റായ കാര്യങ്ങളാണ് പറയുന്നതെന്നും ജനവാസ മേഖലയിലാണ് വന്യമൃഗാക്രമണങ്ങൾ നടക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചു. കാട്ടിലേക്ക് കയറി പോകുന്നത് എന്തിനാണ് എന്ന് ആലോചിക്കണമെന്നാണ്. അത് രണ്ടും രണ്ടല്ലേ. വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ അനുവാദമില്ലാതെ ആദിവാസികൾ ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അനുവാദം വേണം. അനുവാദമില്ലാതെ ചോദിക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ ഉദ്ദേശിക്കുന്നില്ല, ജനവാസ മേഖലയിൽ ഇവരിറങ്ങുന്നതാണല്ലോ നമ്മൾ പറയുന്നത്. പക്ഷേ ഇത് ജനവാസ മേഖലയിൽ നിന്നല്ല സംഭവിക്കുന്നത്. പക്ഷേ നമ്മളത് അങ്ങനെ സാങ്കേതികമായി നോക്കുന്നില്ല എന്ന് കൂടി ഞാൻ പറഞ്ഞു. വനാവകാശ നിയമം ഉൾപ്പെടെ പാസ്സാക്കിയതാണ് ഇന്ത്യൻ പാർലമെന്റ്. അവർക്ക് വനാവകാശ നിയമം ഉൾപ്പെടെയുണ്ട്. അവർക്ക് അവിടെ താമസിക്കാനുള്ള സംവിധാനമുണ്ട്. സാധാരണക്കാരാണ്. വനത്തിലെ വിഭവങ്ങൾ കൊണ്ട് ജീവിക്കാൻ നിയമപരമായി അവകാശമുള്ള ആളുകളാണ്. അവരെ കൊന്ന് അതിനെ പരിഹസിക്കണെന്തിന്? കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടത്തെ കൺമുന്നിൽ കണ്ടു കഴിയേണ്ട ഗതികേടിലാണ് ഇടുക്കി പെരുവന്താനം പഞ്ചായത്തിലെ മലയോര മേഖലകളിലുള്ളവർ. കാട്ടാനക്കൂട്ടം കാട് കയറാതെ വന്നതോടെ RRT എസ്റ്റേറ്റിലെ TRNT എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ ജീവിതവും പ്രതിസന്ധിയിലായി. 20-ലധികം കാട്ടാനകൾ ഈ എസ്റ്റേറ്റിൽ തമ്പടിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. കാട്ടാനക്കലിയിൽ ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞതോടെ ഇവരുടെ ആശങ്ക ഇരട്ടിയായി. ഇക്കാഴ്ച TRNT എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് പുതുമയുള്ളതല്ല. 6000 ഏക്കർ വരുന്ന എസ്റ്റേറ്റിൽ കാട് പിടിച്ചു കിടക്കുന്ന 500ഓളം ഏക്കർ സ്ഥലത്ത് ഇരുളിൻ്റെ മറപറ്റി കാട്ടാനകൾ ഉണ്ടാകും. കടുവയും പുലിയും കാട്ടുപോത്തുകളുമുണ്ട്. ഇവയോടൊക്കെ മല്ലിട്ടാണ് എസ്റ്റേറ്റിലെ 800ഓളം വരുന്ന തൊഴിലാളികളുടെ ജീവിതം. എൻ്റെ വീടിൻ്റെ അടുത്ത് കാണിച്ചിരിക്കുന്ന വീടിൻ്റെ അടുത്ത് ഈ കഴിഞ്ഞ ദിവസം വന്ന് 10-16 രാത്രി 8 മണിയാകുമ്പോഴാണ് വരുന്നത്. ഒച്ച കേൾക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങി ലൈറ്റ് അടിച്ച് നോക്കുക. അതിന് ഓടിക്കുന്നത് ഇപ്പോൾ അക്കരയിൽ ആൾക്കാരൊക്കെ വരും. മനിക്കൽ ഒഴികെ ചെന്നാപ്പാറ മുകൾ താഴെ മതമ്പ EDK ഡിവിഷനുകളിൽ വന്യമൃഗശല്യം രൂക്ഷമാണ്. എസ്റ്റേറ്റിലെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലം വെട്ടിത്തെളിക്കാത്തതാണ് വന്യമൃഗശല്യം വർദ്ധിക്കാൻ കാരണമെന്നാണ് തൊഴിലാളികളുടെ പക്ഷം. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ ഒരു പ്രശ്നം, പൊതുവായ പ്രശ്നം എന്ന് പറയുമ്പോൾ TRNT എസ്റ്റേറ്റിലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നില്ല. ടാപ്പിംഗ് നടക്കുന്ന ഏരിയയിലെ മാത്രം ഇതുപോലെ ശലം വെട്ടിത്തെളിക്കും. പെരുവന്താനം പഞ്ചായത്തിലെ കൊമ്പുകുത്തി പുറക്കയം മേഖലകളിലും വന്യമൃഗശല്യം രൂക്ഷമാണ്. പ്രശ്നപരിഹാരമുണ്ടാക്കി ജീവനും സ്വത്തിനും സുരക്ഷയൊരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കിയിൽ നിന്ന് സിജോ വർഗീസ്, മീഡിയ 1. മലപ്പുറം നിലമ്പൂർ തേൾപ്പാറ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയ കരടി കൂട്ടിലായി. വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ ഇന്നലെ രാത്രിയാണ് കരടി കുടുങ്ങിയത്. കരടിയെ വനംവകുപ്പ് ഉൾക്കാട്ടിൽ തുറന്നുവിട്ടു. കൊമ്പൻകല്ല് ചിറമ്മൽ കുറുമ്പക്ഷേത്ര പരിസരത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി കുടുങ്ങിയത്. രാത്രി 11 മണിയോടെ കൂട്ടിലകപ്പെട്ട കരടിയെ പുലർച്ചെ നെടുങ്കയം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാറ്റി. നിലമ്പൂർ സൗത്ത് DFO, കാളിക്കാവ് റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ളവർ കരടിയുടെ ആരോഗ്യനില പരിശോധിച്ചു. പൂർണ്ണ ആരോഗ്യവാനായ കരടിയെ ഉച്ചയോടെ ഉൾവനത്തിൽ തുറന്നുവിട്ടു. കവളമുകട്ട, ഒളർവട്ടം, കൊമ്പൻകല്ല്, TK കോളനി മേഖലയിൽ ഒരു വർഷത്തിലേറെയായുള്ള ഭീതിയാണ് കരടി കൂട്ടിലായതോടെ ഒഴിയുന്നത്. പലപ്പോഴും നാട്ടുകാർ കരടിയുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. പ്രദേശത്ത് കർഷകർ സ്ഥാപിച്ച തേൻപെട്ടികൾ തകർത്ത് തേൻ കഴിക്കുന്നതും ക്ഷേത്രങ്ങളിലെത്തി നെയ്യും എണ്ണയും ഭക്ഷിക്കുന്നതും കരടിയുടെ പതിവായിരുന്നു. കരടിയെ പിടികൂടണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തെ തുടർന്ന് വനംവകുപ്പ് 3 കൂടുകൾ മേഖലയിൽ സ്ഥാപിച്ചിരുന്നു. മീഡിയ 1 മലപ്പുറം. മന്ത്രിസഭായോഗം അംഗീകരിച്ച സ്വകാര്യ സർവകലാശാല കരട് ബില്ല് മീഡിയ 1 പുറത്തുവിട്ടു. സ്വകാര്യ സർവകലാശാലകൾ പൂർണ്ണമായും സ്വാശ്രയ സ്വഭാവത്തിലായിരിക്കുമെന്നാണ് ബില്ലിൽ പറയുന്നത്. സർക്കാരിന്റേതായ ഒരു സാമ്പത്തിക സഹായത്തിനും സർവകലാശാലയ്ക്ക് അർഹതയുണ്ടാകില്ല. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അച്ചടക്കം ഉറപ്പാക്കാനുള്ള അധികാരവും സർവകലാശാലയ്ക്ക് തന്നെയാകും.
74 പേജുകളുണ്ട് സ്വകാര്യ സർവകലാശാല കരട് ബില്ലിൽ. സർവകലാശാലയുടെ സ്വഭാവം, അധികാരങ്ങൾ, ഘടന തുടങ്ങി എല്ലാത്തരം വിവരങ്ങളും ബില്ലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. സർവകലാശാലയ്ക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് യാതൊരു സാമ്പത്തിക സഹായവും ഉണ്ടാകില്ല എന്നതാണ് പ്രസക്ത ഭാഗങ്ങളിൽ ഒന്ന്. സർക്കാർ ഗ്രാന്റിനോ ഫണ്ടിനോ അർഹതയില്ല. സർക്കാരിനോട് സാമ്പത്തിക സഹായം തേടാനും പാടില്ല. എന്നാൽ ഏതെങ്കിലും ഗവേഷണ പ്രോജക്റ്റുകൾക്കോ അക്കാദമിക പ്രോഗ്രാമുകൾക്കോ വേണ്ടി സർക്കാരുമായി ധാരണാപത്രം ഒപ്പിടുന്നതിൽ തടസ്സമില്ല. ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വേണമെങ്കിൽ സാമ്പത്തിക സഹായം സ്വീകരിക്കാമെന്നും കരടിൽ പറയുന്നു. ചാൻസലറായിരിക്കും സർവകലാശാലയുടെ തലവൻ. പഠന വിഷയങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ പ്രാഗൽഭ്യമുള്ള ഒരാളാകണം ചാൻസലർ. വിസിയെയും ഗവേണിംഗ് ബോഡിയെയും നിയമിക്കാനുള്ള അധികാരവും ചാൻസലർക്ക് തന്നെ. ചാൻസലറുടെയും വൈസ് ചാൻസലറുടെയും കാലാവധി 5 വർഷമാണ്. ഇതിൽ വിസിക്ക് വേണമെങ്കിൽ ഒരു തവണ കൂടി പുനർനിയമനം നൽകാനുള്ള വ്യവസ്ഥ ബില്ലിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിനായുള്ള പരീക്ഷകളും പരിശോധനകളും സർവകലാശാലകൾക്ക് നിശ്ചയിക്കാം. ജീവനക്കാരുടെയും വിദ്യാർത്ഥികളുടെയും അച്ചടക്കം ഉറപ്പുവരുത്താനുള്ള അധികാരവും സർവകലാശാലകൾക്കുണ്ട്. യുക്തമെന്ന് തോന്നുന്ന അച്ചടക്ക നടപടികൾ സ്വീകരിക്കാം എന്നാണ് ബില്ലിൽ പറയുന്നത്. സംസ്ഥാനത്ത് സ്ഥിരതാമസമാക്കിയിട്ടുള്ള 40% മലയാളികൾക്കാണ് ബില്ലിൽ സംവരണം നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോഴും പൂർണ്ണമായും സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ഗോപാൽ ശീലാസനൽ, മീഡിയ 1, തിരുവനന്തപുരം. സ്വകാര്യ സർവകലാശാല ബിൽ അടുത്ത മാസം 3-ാം തീയതി നിയമസഭയിൽ കൊണ്ടുവരും. നാളെ അവസാനിക്കുന്ന സഭാ സമ്മേളനം മാർച്ച് 3-നാണ് വീണ്ടും പുനരാരംഭിക്കുക. ഇന്ന് ചേർന്ന കാര്യോപദേശക സമിതിയാണ് ബില്ല് കൊണ്ടുവരുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തത്. ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന് പ്രതിപക്ഷം കാര്യോപദേശക സമിതിയിൽ ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായി തീരുമാനമെടുക്കരുതെന്നും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ ആരായണമെന്നും പ്രതിപക്ഷ നിലപാടെടുത്തു. സ്വകാര്യ സർവകലാശാലകൾ തുടങ്ങാനുള്ള കരടിന് കഴിഞ്ഞ മന്ത്രിസഭായോഗം അനുമതി നൽകിയിരുന്നു. പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിഷേധമുണ്ടാകില്ലെന്നാണ് സർക്കാർ വിലയിരുത്തൽ. വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യവൽക്കരണത്തിനെതിരായ സമരങ്ങളെ തള്ളിപ്പറഞ്ഞ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. മുൻപ് പല സമരങ്ങളും നടന്നിട്ടുണ്ടാകും. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ കുതിപ്പിന് സ്വകാര്യ സർവകലാശാല ആവശ്യമാണ്. സ്വകാര്യ സർവകലാശാലകളുടെ മേൽ സർക്കാർ നിയന്ത്രണമുണ്ടാകുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഒരു മലക്കം മറച്ചിലുമില്ല. വെറുതെ മലക്കി മറിഞ്ഞ് ഇങ്ങനെ അധികം മരിച്ചുകൊണ്ടിരിക്കേണ്ടത്. നിങ്ങൾക്കെല്ലാം എല്ലാ കാലത്തും ഒരു മലക്കം മറിക്കലാണ്. ആ സമരമെല്ലാം പലതും നടത്തിയിട്ടുണ്ടാവും. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഫലപ്രദമായ ഒരു കുതിപ്പ്, വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്ബാക്കി കേരളത്തെ മാറ്റുക, ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ള സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കത്തക്ക രീതിയിലുള്ള യൂണിവേഴ്സിറ്റികൾ രൂപപ്പെടണം. പ്രൈവറ്റ് ഉൾപ്പെടെ യൂണിവേഴ്സിറ്റികൾ ശക്തിപ്പെടണം എന്ന് തന്നെയാണ് കണ്ടത്. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നത്. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചു. ശരത് പവാറിനെ കണ്ട് രാജിക്കത്ത് കൈമാറി. പാർട്ടിയിലെ ചേരിപ്പോരിനെ തുടർന്നാണ് രാജി. തോമസ് കെ തോമസിനെ പ്രസിഡന്റാക്കണമെന്ന് AK ശശീന്ദ്രൻ ആവശ്യപ്പെടും. NCPയിൽ വലിയ ട്വിസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം PC ചാക്കോ രാജിവെച്ചിരിക്കുകയാണ്. ശരത് പവാറിനെ കണ്ട് PC ചാക്കോ രാജിക്കത്ത് കൈമാറിയിരിക്കുന്നു. പാർട്ടിയിലെ ചേരിപ്പോരിനെ തുടർന്നാണ് രാജിയിലേക്ക് പോയത്. കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 1-ാം വർഷ വിദ്യാർത്ഥികൾ നേരിട്ടത് ക്രൂരമായ റാഗിംഗ് എന്ന് പോലീസ്. രഹസ്യഭാഗങ്ങളിൽ ഡംബൽ കെട്ടിത്തൂക്കി, കോമ്പസ് ഉപയോഗിച്ച് കുത്തി പരിക്കേൽപ്പിക്കുകയും മുറിവുകളിലും വായിലും ലോഷൻ ഒഴിക്കുകയും ചെയ്തെന്നും FIRൽ പറയുന്നു. അറസ്റ്റിലായ 5 പ്രതികളെ ഇന്ന് വൈകിട്ട് കോടതിയിൽ ഹാജരാക്കും. അതിപ്രാകൃതമായ രീതിയിലാണ് 1-ാം വർഷ വിദ്യാർത്ഥികളെ സീനിയർ വിദ്യാർത്ഥികൾ ഉപദ്രവിച്ചത്. സാമുവൽ, ജീവ, റിജിൽജിത്ത്, രാഹുൽ രാജ്, വിവേക് എന്നീ പ്രതികൾ കുറ്റം സമ്മതിച്ചു. പരാതിക്കാരായ വിദ്യാർത്ഥികളെ ഹോസ്റ്റൽ മുറിക്കുള്ളിൽ കട്ടിലിൽ കിടത്തി കൈയും കാലും കെട്ടിയിട്ട് ശരീരത്തിൽ കോമ്പസ് ഉപയോഗിച്ച് തുടർച്ചയായി കുത്തി. സ്വകാര്യ ഭാഗത്ത് ഡംബലുകൾ തൂക്കിയിട്ടു. വേദനിച്ച് കരഞ്ഞവരുടെ വായിൽ ലോഷൻ ഒഴിച്ചു. എല്ലാ ദൃശ്യങ്ങളും ഫോണിൽ പകർത്തി. ഭീഷണി മൂലം വിദ്യാർത്ഥികൾ വിവരം വീട്ടിൽ പോലും പറയാൻ മടിച്ചു. അപ്പൊ ലിവിൻ പറഞ്ഞത് പപ്പ ഇന്ന പോലെ വിഷയം വന്നു, അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാണ്. അപ്പൊ എല്ലാ മാസവും ഞങ്ങളോട് പൈസ വയ്ക്കുന്നു, ഞങ്ങൾ വെളിയിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭീഷണിയാന്ന് പറഞ്ഞു. സീനിയർ വിദ്യാർത്ഥികൾക്ക് മദ്യപിക്കാൻ എല്ലാ ആഴ്ചയും ജൂനിയർ വിദ്യാർത്ഥികൾ 800 രൂപ വീതം നൽകണം. പൊറുതിമുട്ടിയാണ് ഒടുവിൽ പരാതിപ്പെട്ടത്. ഇന്നലെ തന്നെ കോളേജിൽ നിന്നും ഹോസ്റ്റലിൽ നിന്നും കുട്ടികൾക്ക് അന്വേഷണ വിധേയമായി ഇനി ഉള്ള നടപടി വരുന്നതുവരെയുള്ള സസ്പെൻഷനാണ് കോളേജിൽ നിന്ന് കൊടുത്തത്. ഉടൻ തന്നെ ആ പരാതി ഗാന്ധിനഗർ SHOയ്ക്കും കോട്ടയം SP-ക്കും ഫോർവേഡ് ചെയ്തിരുന്നു. പ്രതികൾ 5 പേരെയും കോളേജ് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. മീഡിയ 1 കോട്ടയം.
സിൽവർ ലൈൻ പദ്ധതിയിൽ റെയിൽവേ ഉടക്കുവെച്ചതോടെ ഇ ശ്രീധരന്റെ നിർദ്ദേശം മുന്നിൽ വെച്ച് കേരളത്തിന്റെ പുതിയ നീക്കം. ചർച്ചയ്ക്കായി കേന്ദ്ര റെയിൽവേ മന്ത്രിയോട് കേരളം സമയം തേടി. മന്ത്രി വി അബ്ദുറഹ്മാനും ഉന്നത ഉദ്യോഗസ്ഥരും അടങ്ങുന്ന സംഘമാണ് കൂടിക്കാഴ്ച നടത്തുക. ഇ ശ്രീധരന്റെ പിന്തുണയോടെ DMRCയെ കൂടി ഉൾപ്പെടുത്തി മുന്നോട്ടു പോയാൽ കേന്ദ്രം അയയുമെന്നാണ് കേരളത്തിന്റെ കണക്കുകൂട്ടൽ. സ്റ്റാൻഡേർഡ് ഗേജിൽ തൂണുകളിലും തുരങ്കങ്ങളിലൂടെയും കടന്നുപോകുന്ന സെമി ഹൈസ്പീഡ് പാതയാണ് ഇ ശ്രീധരൻ നിർദ്ദേശിച്ചിരുന്നത്. ഇത് ശ്രീധരൻ കേന്ദ്ര റെയിൽവേ മന്ത്രിക്കും അയച്ചിരുന്നു. കേരളവും ശ്രീധരന്റെ നിർദ്ദേശങ്ങൾ കേന്ദ്ര റെയിൽവേ മന്ത്രാലയത്തിന് കൈമാറി. പിന്നാലെയാണ് കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ കൂടിക്കാഴ്ച സാധ്യമാകുമെന്നാണ് കണക്കുകൂട്ടൽ. റെയിൽവേ മിനിസ്ട്രിയുടെ സമീപനം എന്താണ് എന്നറിയുന്നതിന് മുഖ്യമന്ത്രി നിർദ്ദേശം അനുസരണം തന്നെ ഞാൻ അപ്പോയിൻമെൻറ്റ് ചോദിച്ചിട്ടുണ്ട്. പാർലമെൻറ്റ് സെഷൻ നടക്കുന്ന സന്ദർഭമാണ്. അതുകൂടി നോക്കിയുള്ള ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീധരനുമായി മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമും ബിജു പ്രഭാകർ IASഉം ചർച്ച നടത്തിയിരുന്നു. കേരളയിൽ തയ്യാറാക്കിയ പദ്ധതിയുടെ അടിസ്ഥാന നിർദ്ദേശങ്ങളിൽ കാര്യമായ മാറ്റങ്ങളില്ലാത്തതാണ് ശ്രീധരന്റെ നിർദ്ദേശങ്ങളെന്നും സർക്കാർ വിലയിരുത്തി. തൂണുകളിലും തുരങ്കങ്ങളിലൂടെയും ആയതിനാൽ സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട എതിർപ്പ് കുറയ്ക്കാനാവും. DPR ഉണ്ടാക്കാൻ DMRCയെ ഏൽപ്പിച്ചാൽ ഫണ്ട് കണ്ടെത്തുന്നതിനടക്കം അവരുടെ സഹായവും തേടാം. ശ്രീധരന്റെ പിന്തുണ കൂടിയാകുമ്പോൾ കേന്ദ്രവും മയപ്പെടാൻ സാധ്യതയുണ്ട്. ഇതോടെ കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായുള്ള കേരളത്തിന്റെ കൂടിക്കാഴ്ച നിർണായകമാവും. KR സാജു, മീഡിയ 1, തിരുവനന്തപുരം. പാർട്ടി നേതൃത്വത്തിനെതിരെ തുറന്നടിച്ചു കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവർ. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ലെന്ന് താരിഖ് അൻവർ മീഡിയ 1നോട് പറഞ്ഞു. കോൺഗ്രസിൽ പുനഃസംഘടന ഉടൻ നടത്തണമെന്നും ഇന്ത്യ സഖ്യത്തിലെ ഏകോപനത്തിൽ പോരായ്മകളുണ്ടെന്നും താരിഖ് അൻവർ പ്രതികരിച്ചു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതിന് പിന്നാലെയാണ് കോൺഗ്രസിനുള്ളിൽ ഭിന്നസ്വരമുയരുന്നത്. പാർട്ടിയെ ശക്തിപ്പെടുത്താൻ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതാക്കൾ ആവർത്തിക്കുമ്പോഴും ഒന്നും നടക്കുന്നില്ല എന്നാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറിന്റെ പരാതി. പാർട്ടിയിൽ പുനഃസംഘടന ഉടൻ ഉണ്ടാകണമെന്ന ആവശ്യം മീഡിയ 1നോട് പ്രതികരിക്കുമ്പോൾ താരിഖ് അൻവർ മുന്നോട്ട് വെച്ചു. Khargeji given a statement in the working committee. We will take necessary step to strengthen the party. Since that statement, nothing has been done. Now this is the high time we should reorganize the party structure. എന്നാൽ പാർട്ടിയിൽ മാറ്റം വരുത്തുന്നതിൽ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് നേതാക്കളുടെ പ്രതികരണം. പാർട്ടിക്കകത്ത് സമൂലമായ മാറ്റങ്ങൾ വരുമെന്നാണ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. കാരണം ഉദയ്പൂർ സമ്മേളനം, അതിനുശേഷം വർക്കിംഗ് കമ്മിറ്റിയിലൊക്കെ എടുത്തുള്ള തീരുമാനങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. തീർച്ചയായും ആവശ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയാണ്. ഇന്ത്യ സഖ്യത്തിലെ പ്രവർത്തനങ്ങളിലും താരിഖ് അൻവർ അതൃപ്തി വ്യക്തമാക്കി. ഏകോപനത്തിൽ പോരായ്മകളുണ്ടെന്ന് ചൂണ്ടിക്കാണിച്ച താരിഖ് അൻവർ അരവിന്ദ് കെജ്രിവാളിനെതിരെ ആഞ്ഞടിച്ചു. ഈ വർഷം അവസാനം ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ താരിഖ് അൻവറിന്റെ പ്രതികരണത്തിന് രാഷ്ട്രീയ പ്രസക്തി ഏറെയാണ്. മീഡിയ 1, ഡൽഹി. ജില്ലാ സമ്മേളനങ്ങൾ പൂർത്തിയാക്കി സംസ്ഥാന സമ്മേളനത്തിലേക്ക് കടക്കുമ്പോൾ CPMൽ പ്രകടമാകുന്നത് പിണറായി വിജയന്റെ അപ്രമാദിത്വം. ബ്രാഞ്ച് മുതൽ ആദ്യ ജില്ലാ സമ്മേളനങ്ങൾ വരെ ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനങ്ങൾ ഉണ്ടായെങ്കിലും പിന്നാലെ നടന്ന ജില്ലാ സമ്മേളനങ്ങളിൽ തിരക്കുകൾ മാറ്റിവെച്ച് മുഖ്യമന്ത്രി സജീവമായി പങ്കെടുത്തതോടെ വിമർശനങ്ങളുടെ കടുപ്പം കുറഞ്ഞു. പ്രായപരിധിയിൽ ഇളവ് നൽകി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ LDFനെ നയിക്കാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. വിമർശനവും സ്വയം വിമർശനവും തിരുത്തലുമെല്ലാമാണ് CPM സമ്മേളനങ്ങളുടെ ലക്ഷ്യം. ചില മേഖലകളിൽ വിമർശനവും സ്വയം വിമർശനവും ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനം വരെ ഉണ്ടായിട്ടുണ്ട്. വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള തിരുത്തലിന് CPM എന്ത് ചെയ്യുമെന്നറിയാൻ സംസ്ഥാന സമ്മേളനം പൂർത്തിയാകുന്ന മാർച്ച് 9 വരെ കാത്തിരിക്കണം. സമ്മേളനങ്ങൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് ആഭ്യന്തര വകുപ്പിനെതിരെയും പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെയും PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളായിരുന്നു പാർട്ടിയിലെ സജീവ ചർച്ച. ബ്രാഞ്ച് മുതൽ തിരുവനന്തപുരം ജില്ലാ സമ്മേളനം വരെ ഈ വിഷയങ്ങൾ ചർച്ചയായി. എന്നാൽ പിന്നീട് മുഖ്യമന്ത്രി ജില്ലാ സമ്മേളനങ്ങളിൽ സജീവമായതോടെ വിമർശനങ്ങളുടെ കടുപ്പം കുറഞ്ഞു. മുഖ്യമന്ത്രി പങ്കെടുത്ത സമ്മേളനങ്ങളിൽ വിമർശനങ്ങൾക്കും ചർച്ചകൾക്കും പിണറായി വിജയൻ തന്നെ മറുപടി നൽകി. ഇന്നലെ തൃശൂർ ജില്ലാ സമ്മേളനം കൂടി പൂർത്തിയായതോടെ ഒരു കാര്യം വ്യക്തമാണ്: പിണറായി വിജയന്റെ അപ്രമാദിത്വം പാർട്ടിയിൽ വ്യക്തം. പലയിടങ്ങളിലും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ വരെ അപ്രസക്തനാക്കി മുഖ്യമന്ത്രി. തുടർച്ചയായി 2 തവണ മത്സരിച്ചവർ മാറി നിൽക്കണമെന്ന പാർട്ടി നിബന്ധന പ്രകാരമാണെങ്കിൽ പിണറായി വിജയന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കഴിയില്ല. എന്നാൽ നിലവിലുള്ള ജില്ലാ കമ്മിറ്റികളുടെ സ്വഭാവം പരിഗണിക്കുകയാണെങ്കിൽ സംസ്ഥാന കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നവർ കൂടുതലുണ്ടാകും. ഇടതുപക്ഷം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് കേന്ദ്ര നേതൃത്വത്തിന്റെ പരിഗണനയിലേക്ക് വിഷയം വരുമ്പോഴും പ്രായപരിധിയിൽ മുഖ്യമന്ത്രിക്ക് ഇളവ് കിട്ടും. ചുരുക്കത്തിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനായിരിക്കും LDFനെ നയിക്കുക. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് MV ഗോവിന്ദൻ തുടരാനാണ് സാധ്യത. മീഡിയ 1, തിരുവനന്തപുരം.
ശരൺചന്ദ്രനെതിരെയാണ് നടപടി. DIG അജിത ബീഗത്തിന്റേതാണ് ഉത്തരവ്. ഇയാളെ മന്ത്രി വീണ ജോർജ് അടക്കമുള്ളവർ CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചത് വിവാദമായിരുന്നു. ശരൺചന്ദ്രൻ കാപ്പ കേസ് പ്രതിയല്ലെന്നായിരുന്നു CPM വാദം. ഓഫർ തട്ടിപ്പ് കേസിൽ ക്രൈംബ്രാഞ്ച് ഗുണഭോക്താക്കളുടെയും തട്ടിപ്പിനിരയായവരുടെയും മൊഴിയെടുക്കും. കേസിൽ EDയും ഉടൻ അന്വേഷണം ആരംഭിക്കും. കോൺഗ്രസ് BJP നേതാക്കന്മാരുടെ അറിവോടെയാണ് തട്ടിപ്പ് നടന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കൊല്ലം കുളത്തുപുഴയിലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിന്റെ തോട്ടത്തിലെ തീപിടുത്തത്തിൽ ദുരൂഹത. ബോധപൂർവം തീയിട്ടതെന്നാണ് സംശയം. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കൊല്ലം ജില്ലാ കളക്ടർ പുനലൂർ RDOയെ ചുമതലപ്പെടുത്തി. പ്രദേശത്ത് ഇന്നും തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ തീപിടുത്തത്തിന്റെ ബാക്കിയായി ഇന്ന് വീണ്ടും കണ്ടൻചിറയിൽ തീപിടുത്തമുണ്ടായിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കത്തി നശിച്ച സ്ഥലത്തിന്റെ ബാക്കി ഭാഗങ്ങളിലാണ് ഇന്ന് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സംഘത്തിന് ചില സ്ഥലങ്ങളിലേക്ക് ഇപ്പോഴും എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്കപ്പെടുന്ന സാഹചര്യം. കഴിഞ്ഞ ദിവസം ഉണ്ടായതിന് സമീപത്ത് തന്നെ വലിയ രീതിയിൽ തീ പടർന്നു പിടിക്കുന്നതൊക്കെ ഫയർഫോഴ്സ് സംഘം വളരെ പണിപ്പെട്ട് അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധിക്കുന്നില്ല. കൂടുതൽ ഫയർഫോഴ്സ് സംഘങ്ങളെ ഇവിടേക്ക് അതായത് ഉടൻ തന്നെ എത്തിച്ചേരുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അല്പസമയം മുൻപ് ചെയർമാൻ ഇവിടെ സന്ദർശനം നടത്തിയിരുന്നു. അപ്പോൾ ഏകദേശം 150 ഏക്കറിലധികം സ്ഥലമാണ് കത്തി നശിച്ചത്. ഇതിലെന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടെങ്കിൽ അതിൽ അന്വേഷണം നടത്തും, പരാതി നൽകുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതിപ്പോൾ എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായതെന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ വിശദമായി അന്വേഷിക്കുകയാണ്. ചില സംശയങ്ങളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമുക്കത് അതിൻ്റെ ബേസ് മനസ്സിലാക്കാതെ പറയാൻ പറ്റില്ല. 50 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടം ഇവിടെ തൈയായിരുന്നതുകൊണ്ട് ആ തൈയുടെ നഷ്ടമാണ് വന്നിട്ടുള്ളത്. വേറെ വലിയ പനകൾക്കൊന്നും വലിയ കേടുപാടുകളായിട്ട് തോന്നുന്നില്ല. എണ്ണപ്പനത്തോട്ടത്തിൽ ജോലിയെടുക്കുന്ന ജീവനക്കാർ ഉൾപ്പെടെ ആശങ്കയിലാണ്. കാരണം വലിയ രീതിയിലുള്ള കാറ്റടിക്കുന്നതാണ് പലയിടങ്ങളിലേക്ക് എത്തി ആളിപ്പടർന്നതിന് കാരണമായതായാണ് അവരും പറയുന്നത്. സംഭവിച്ചത് തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനോട്ടഞ്ചിറ സൈഡിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ തീ കാണുന്നത്. അങ്ങനെ അതനുസരിച്ച് ഞങ്ങളെല്ലാം കൂടെ വണ്ടിയായിട്ട് അവിടെ ചെല്ലും. അവിടെ ചെന്നപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് 1/2 കിലോമീറ്ററോളമാണ് തീ പടർന്നത്. ഓയിൽ പാമ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാർ